സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സർക്കാരിന്റെ വിസ്മയമാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ആവശ്യമായ സമയത്ത് വൈദ്യുതി വാങ്ങാൻ അവസരമുണ്ടായിരുന്നിട്ടും സർക്കാർ അത് പ്രയോജനപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കുന്നതിലാണ് ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും വന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അവസാനിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ മിസ്മാനേജ്മെന്റിന് പരിഹാരം കാണാൻ UDF സർക്കാർ മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. മിസ്മാനേജ്മെന്റാണ് വൈദ്യുതി മേഖലയെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതെന്ന് നമുക്കറിയാം. ചെറിയ വിലക്ക് കർണാടകയിൽ നിന്ന് 9 രൂപ 2 പൈസക്ക് വൈദ്യുതി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് സാധ്യത ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാകാൻ വൈദ്യുതി മന്ത്രിയോ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറായിട്ടില്ല. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റിന്റെ ജോലിയാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കാൻ KSU സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനൊക്കെയാണ് ഒരു ദിവസത്തെ പരമാവധി സമയം വൈദ്യുതി വകുപ്പ് മന്ത്രി ഉപയോഗപ്പെടുത്തുന്നത്. അത് KPCC പ്രസിഡന്റിന്റെ പണി ഒഴിവാക്കി കേരളത്തെ പവർ കട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വൈദ്യുതി മന്ത്രി അടിയന്തരമായി ഇടപെടണം. വഖഫ് ബോർഡ് വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നതെന്നും കോടതിയിൽ സ്വീകരിച്ച നിലപാടും പൊതുവേദികളിലെ നിലപാടും തമ്മിൽ വ്യക്തമായ വൈരുദ്ധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗും RSS നിലപാടുകളുമായി സന്ധി ചെയ്യുകയാണെന്നും അധികാര രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു. LDF സർക്കാരിന്റെ കാലത്താണ് ഈ വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീ പദ്ധതി ഒരു കാലത്ത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ അധികാരത്തിലെത്തി അതേ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് നിലപാടിലെ വൈരുദ്ധ്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫിനകത്ത് എടുത്തിട്ടുള്ള ഇടതുപക്ഷത്തെ നിലപാട് വ്യക്തമാണ്. ഇടതുപക്ഷം അതിൽ വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ചു മുന്നോട്ട് പോയി. അതല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ 2 വേക്കൻസി ഫില്ല് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ ഇരട്ടത്താപ്പ് സ്വീകരിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസ് UDF ആണ്. BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ എടുക്കുന്ന ഒരു നിലപാടാണ് ഒരു BJP ഇതര സർക്കാർ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് കാര്യങ്ങൾ വ്യക്തമാണ്. മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് നിലപാട് ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. PM ശ്രീ വിഷയത്തിലും ഇത്തരത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന അതിന്റെ വഴി UDF സർക്കാരിന് ഇടുകയാണ് എന്നതാണ്. PM ശ്രീ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ വലിച്ചെറിയെന്ന് പറഞ്ഞ നേതാവെന്ന മന്ത്രിയല്ലേ. അറബിക്കടലിൽ ഇങ്ങനെ ഇടക്കിടക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,